കുറച്ച് ഇൻട്രൊഡക്ഷൻ കൂടി പോയെന്നൊരു സംശയം ഇരിക്കുന്നുണ്ട്. കൈലാഷനൊക്കെ പറഞ്ഞാൽ മതി തോന്നും. കാരണം നമ്മുടെ ഓൺലൈൻ മീഡിയയുടെ പവർ എന്താണെന്ന് അത്ര അറിയില്ല തോന്നുന്നു. അപ്പം എന്തായാലും എല്ലാവർക്കും വന്നതിന് സന്തോഷമില്ല. കാരണം സാധാരണ ഒരു മൂവിൻ്റെ ലോഞ്ചിങ് സെറിമണിയെക്കാട്ടിലും ഓൺലൈൻ മീഡിയ വളരെ പവർഫുള്ളായിട്ട് വന്നിട്ടുള്ളത് ഇവിടെ ആരെക്കാട്ടിലും നമുക്കറിയാം നിങ്ങളുടെ ടാർഗറ്റ് മോണാലിസയാണെന്ന്. എന്നാലും ആദ്യമായിട്ടാണ് മോണാലിസ മലയാളത്തിലേക്ക് മൂവി ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഐ തിങ്ക് യു ഹാവ് എ ബിഗ് ഫാൻ ബേസ് ഹിയർ. സോ ഞങ്ങൾ ഒരുപാട് ആൾക്കാരെ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയാണ് മലയാളത്തിനുള്ളത് അല്ലേ. അപ്പോൾ ഞങ്ങൾ ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ട്. മോണാലിസ അവിടെ അതിലുണ്ടാവില്ലല്ലേ അവരുടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ. അപ്പോൾ എന്തായാലും ഈ സിനിമയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ ബിനോ വർഗീസാണ് എന്ന സംവിധായകൻ. അദ്ദേഹം എൻ്റെ ഒരു നാട്ടുകാരനും കൂടിയാണ്. അദ്ദേഹം ചാർജ് ചെയ്യണമെന്നൊക്കെയാണ് വരുന്നത്. വല്ലപ്പോഴും ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഹിന്ദിയിലാണ് അവർക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ മലയാളത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ ഹിന്ദി പറഞ്ഞ് പഠിപ്പിക്കണ്ട. ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷ. അപ്പോൾ മലയാളത്തിൽ സംസാരിക്കാം. അപ്പം നിങ്ങൾ ഇത്ര ഹിന്ദി ആയിരുന്നോ? സത്യം ഒരാഴ്ചയൊക്കെ പഠിച്ചതല്ലേ മോഡൽസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും എല്ലാ ആശംസകളും. അല്ലച്ചനോട് ഉണ്ട്. അല്ലച്ച ഭയങ്കര രസമുള്ളൊരു തിയേറ്ററാണത്. നമ്മൾ ഇത് വന്നതിന് ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരുപാട് സ്റ്റേജ് പെർഫോമൻസ് നടക്കുന്ന ഒരു സ്ഥലമാണ് എറണാകുളത്ത്. ഇങ്ങനൊരു സ്ഥലം ചാവറയ്ക്ക് ഉണ്ടായതിന് വലിയ ആശംസകൾ. അല്ലച്ചൻ അറിയില്ലല്ലോ. അല്ലച്ചൻ അച്ഛൻ മാത്രമല്ല ഒരു മൂവി ഡയറക്ടറും കൂടിയാണ്. സിനിമ പഠിച്ചിട്ടുള്ള ആളാണ്. നമ്മളൊക്കെ ചെയ്ത് പഠിക്കുമ്പോൾ അച്ഛൻ അത് തിയറി കൂടി പഠിച്ചിട്ടുള്ള ആളാണ്. ഒരുപാട് സിനിമകൾ മലയാളത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് അവാർഡ്സുകൾ മേടിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അച്ഛൻ്റെ ഒരു ഫോളോവറും കൂടിയാണ് ഞാൻ. ഒപ്പം ചാർലി പാലിച്ചേട്ടനോടെ ഉണ്ട്. അദ്ദേഹം പ്രായം കൊണ്ടല്ല, അദ്ദേഹം ബ്രദറിനെ വിളിച്ചിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ ബ്രദറിനെ വിളിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, ഒപ്പം എല്ലാ പ്രിയപ്പെട്ടവരും എല്ലാ ആശംസകളും. കുറച്ച് ആൾക്കാർ ഹിന്ദി കണക്റ്റഡാണ് കേട്ടോ ഈ സിനിമയിൽ, കുറച്ച് ആൾക്കാർ മലയാളത്തിലും. അങ്ങനെ ഒരു കൊളാബിങ്ങായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് അല്ലേ. അപ്പോൾ ആക്ടേഴ്സും ടെക്നീഷ്യൻസും ഒക്കെ മിക്സപ്പാണ്. ഞാനും ഇതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേഷം ചെയ്യുന്നു എന്നുള്ളതാണ് സന്തോഷം. എല്ലാ സിനിമയുടെ തുടക്കം നമുക്ക് പുതിയ പ്രതീക്ഷകളാണ്, ആഗ്രഹങ്ങളാണ്. നല്ലതാവട്ടെ. അപ്പോൾ ഈ സഹായം എല്ലാവർക്കും നല്ലതാവട്ടെ. നമ്മുടെ മുമ്പിലിരിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവർ ഈ സിനിമയെ സ്നേഹിക്കാൻ വേണ്ടി വന്നവരാണ്. അപ്പോൾ നിങ്ങൾക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.